ഹായ് ഫ്രണ്ട്സ്, ടൂറിട്ട് പോകാം. ടൈറ്റിലെ മമ്മ ഡ്രസ്സിങ്. ഓക്കെ, നമ്മളെ ഹീറോ ബിടിഎസ് മെമ്പർ കൊറിയൻ ബോയ്സ് അവർക്ക് അത് ബിടിഎസ് മമ്മയ്ക്കും ബിടിഎസ് ഡാഡിക്കും ഒരു അനിയത്തിയുണ്ട്. അനിയത്തിയാണ് ഹീറോയിൻ മോം. ഇവർ രണ്ടുപേരില്ല, ഹീറോയിനും ഡാഡി ഇന്ത്യൻ പോയി. ഇവർ രണ്ടുപേരും ലവ് ചെയ്ത് അവിടെ നിന്ന് പോയിരുന്നു. അങ്ങനെ ബിടിഎസ് മെമ്പറുടെ മമ്മിക്കും മുത്തശ്ശനക്കും ഹീറോയിൻ്റെ അമ്മയ്ക്ക് വഴക്കുണ്ടായി. അങ്ങനെ രണ്ടുപേരും പിരിഞ്ഞായിരുന്നു. രണ്ടുപേരും ലവ് മാരേജ് വേറെ മാരേജ് ചെയ്യിപ്പിക്കാന്നൊക്കെ ആയിരുന്നു. രണ്ടുപേരും പിരിഞ്ഞ് പോയി. ഞാൻ പീറ്റേഴ്സിൻ്റെ മുത്തശ്ശനക്കും അയ്യോ എൻ്റെ അങ്ങനെ കുറേ ഡേയ്സ് കഴിഞ്ഞു ഹീറോയിൻ ജനിച്ചു. ഹീറോയിൻ്റെ ഫാമിലി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയിൻ്റെ മമ്മി പീറ്റേഴ്സ് മുമ്പർ ഉണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ഡാഡി പറയുന്നത് മോളെ എൻ്റെ അച്ഛാ അങ്ങനെയായിട്ട് ഹീറോയിൻ പറയുന്നത് അച്ഛാ എനിക്ക് ലേറ്റായി, ഞാൻ പോവാ. അയ്യോ പറഞ്ഞു കേക്ക്. എന്താ അച്ഛ പ്രശ്നം? പ്രിയക്കുട്ടി എവിടൊക്കെ പോവാ അച്ഛാ? ഞാൻ കോളേജിൽ പോകാൻ പോവാ അച്ഛാ. അയ്യോ കോളേജ് ഇനിയിപ്പോൾ കോളേജിൽ പോയാൽ ഇപ്പം എന്താ ചെയ്യാം? പോ അച്ഛാ, കോമഡി എന്ന് പറയണ്ട അച്ഛാ, എനിക്ക് ഫസ്റ്റ് ടൈം കോളേജാ, ഞാൻ പോവാം ബാ എന്ന് പറഞ്ഞ് ഹീറോ അടുത്ത് ബാഗ് എടുത്ത് ഒറ്റ ഓടി പോയി. ഇത് കണ്ട് അച്ഛൻ ചിരിക്കുകയായിരുന്നു. നിങ്ങൾ എന്നെ കോമഡി വരുന്ന? ഇല്ല, അവൾ ഡിന്നർ കഴിച്ചോ? അല്ല, ഫുഡ് കഴിച്ചോ അവൾ? കഴിച്ചു. ശരി ഓക്കെ, ഞാൻ പോവാം, ഓഫീസിൽ ലേറ്റായി. ശരി ഓക്കെ എന്നാൽ. ഹീറോ അതിൻ്റെ അനിയൻ ഗുഡുഗുഡു ഓടി വന്നു. എന്താണ് പ്രശ്നം? ഇല്ല, ചേച്ചി എവിടെ? എൻ്റെ ചേച്ചിയാ, അവൾ ഓടിപ്പോയി. അയ്യോ എന്നലിക്ക് പോയല്ലേ അതെ, ട്വിൻസാണ് ഹീറോയിൻ്റെ അനിയൻ. ഫസ്റ്റ് ഹീറോ ജനിച്ചു, പിന്നെ അവളുടെ അനിയൻ. അങ്ങനെ അയ്യോ എന്നലിക്ക് പോയാലെന്ന് ഹീറോയിൻ്റെ അനിയൻ ഓടിപ്പോയി. ഇവരെ വെച്ച് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞ്. അത് മാത്രമല്ല ഹീറോയ്ക്ക് ഒരു അനിയത്തിയുണ്ട്. ചേട്ടാ എന്നെ ഡ്രോപ്പ് ചെയ്ത് പോകും സ്കൂളിൽ. അയ്യോ ഇവിടെ സ്കൂൾ. അങ്ങനെ ഹീറോയിൻ്റെ അനിയൻ ശരി ഡ്രോപ്പ് ചെയ്യാൻ നീ സ്കൂട്ടറിൽ ഹീറോ സ്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. സ്കൂട്ടി വെച്ചിട്ടോ. അനിയത്തിനെ കയറ്റിയതാ. ശരി, അനിയത്തിനെ കയറ്റി. അങ്ങനെ ഹീറോയിൻ്റെ അനിയത്തിനെ കയറ്റിയായിരുന്നു. അതുമാത്രമല്ല അനിയനുണ്ടായിരുന്നു. അതെ, അവൾ. അങ്ങനെ 4 കുട്ടികൾ. ആ കുട്ടിക്ക് ഒരു അനിയൻ. ശരി, സ്കൂളിൽ കൊണ്ടായിട്ട് ഹീറോയിൻ അയ്യോ മണിയാന്തായി ചേച്ചി, മണിയാന്തായിട്ട പറഞ്ഞേക്കടാ മണിയായ. അങ്ങനെ വാൻ അങ്ങനെ ഒരു പ്ലേസിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. ഇവിടെ തന്നെയാണ് വാൻ ദീദി, അത് ചേച്ചി, അത് സ്കൂളിൽ വെച്ചത് എനിക്ക് കോളേജൊക്കെ ലേറ്റായി, മനസ്സിലായോ? ശരി, ഇവിടെ ഒരു വാൻ. അങ്ങനെ വാൻ വരും. അങ്ങനെ വാൻ പ്ലേസിൽ ഹീറോയിൻ പറയുന്നു ആടേ മോള് വന്നു. ഇവര് ശരി. അവിടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. അതെ, വാനിൽ ജോലി ചെയ്യുന്നത് ആൻറ്റി അവിടെ അടുത്താണ്. വാനിൽ കുട്ടികളെ ഇങ്ങനെ വാനിലേക്ക് കുട്ടികളെ കയറ്റിയെന്ന് പറഞ്ഞാൽ അതെ അവരാണ്. അവിടെ ഹസ്ബൻഡ് വൈഫ് വാൻ ഡ്രൈവറുണ്ട്. അവിടെ വാൻ എടുത്തു. അങ്ങനെ ഹീറോയിൻ വന്നു. അങ്കിൾ ശരി മാ. അങ്ങനെയായിട്ട് ഹീറോ വണ്ടിയിൽ കയറിക്കോണം, മനസ്സിലായോ? ശരി ചേച്ചി, ബായ്. ശരി, അങ്ങനെ ഹീറോ സ്കൂട്ടർ എടുത്തോണ്ട് ഒറ്റോടും. ചേച്ചി ഇന്ന് എക്സാം ഉണ്ടായിരുന്നല്ലേ? എക്സാം ഉണ്ടടാ. മൊട്ട പ്രൊഫസർ ഭയങ്കര ടെൻഷൻ ആക്കടാ. നമ്മ ഫുൾ എഴുതിയിട്ടുണ്ട്. എടാ അവൾ എഴുതിയെന്ന് പറയില്ലല്ലോടാ. ശരി നമ്മ പോവും വേഗം. അങ്ങനെ ഹീറോ ഗുഡു ഓടിപ്പോയിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയുടെ ഫ്രണ്ടോട് സാഡ് ആയിട്ടുണ്ടായിരുന്നു. മച്ചേ എന്താടി മച്ചേ, ഞാൻ പാതി എഴുതുന്നുണ്ടായിരുന്നടി. നിന്റെ അമ്മ വിളിച്ച് ഹീറോയിൻ്റെ വീട്ടിൽ എഴുതിയായിരുന്നു. മച്ചേ ഞാൻ 2 ഒന്നും എഴുതുന്നില്ല, ഞാൻ വേഗം എഴുതിക്കോ. ഞാൻ ഹീറോയി ബുക്ക് കൊടുത്തായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട് 2 എഴുതി കഴിഞ്ഞു. മച്ച കഴിഞ്ഞൊടി. ഇപ്പോൾ മണി. അങ്ങനെ ഹീറോയിൻ സംസാരിക്കായിരുന്നു. 8 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ആവുക. ഹീറോയിൻ 6 മണിക്ക് 6:30. പിന്നെ ഹീറോയിൻ 6 മണിക്കാണ് ഹീറോയിൻ ഇവിടുന്ന് പുറപ്പെടുന്നത്. 6:40 ഹീറോയിൻ ഫ്രണ്ട് പറയുന്നു മച്ചി ശരി അമ്മ പോവാ. അവിടെ വാച്ച്മാൻ എന്ന് പറഞ്ഞായിരുന്നു. വാച്ച്മാൻ എന്തമ്മ? ഹീറോയിനൊരു ഫ്രണ്ട് എഴുതി കഴിഞ്ഞു. അങ്ങനെയായിട്ട് ഹീറോയിൻ അവിടെ അടുത്ത വീടുണ്ടായിരുന്നു. അവിടെ ഒരു അടുത്ത ഹീറോയിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ 7 മണിയാകുമ്പോൾ ഹീറോയിൻ ക്ലാസ്സിനകത്ത് പോയായിരുന്നു.
ഞാൻ ഹച്ച് പറഞ്ഞു ശരി ഉമ്മ എന്ന് പറഞ്ഞായിരുന്നു. ഹീറോ ക്ലാസ്സിലായിരുന്നു സംസാരിക്കുമായിരുന്നു. അങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോലെ 8 മണിയായി. ശരി ക്ലാസ് സ്റ്റാർട്ടായി. ക്ലാസ്സിൽ അങ്ങനെ ഒരു ഹീറോയി സംസാരിച്ചു. വാവ് നന്നായിട്ടുണ്ടടി. ക്ലാസ്സിൽ തന്നെ ഹീറോയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു ഫ്രണ്ടാണ്. പറയാൻ തുടങ്ങിയായിരുന്നു. ഹീറോയി പറയാൻ തുടങ്ങി മിയ അതെ ഹീറോയിൻ്റെ ഫ്രണ്ട് മിയ അല്ല പൂജേൻ്റെ വീട്ടിലാണ് ഹീറോയി പോയത്. ഫസ്റ്റ് പോയത് കീർത്തിൻ്റെ പുരക്കും കീർത്തിയും പൂജേൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് വന്നതാണ് ഹീറോയിൻ. അങ്ങനെയായിട്ട് ക്ലാസ് നന്നായിട്ട് കഴിഞ്ഞു. രണ്ടുപേരും ഹാപ്പി ആയിട്ട് സംസാരിച്ചിട്ട് പോകാൻ തുടങ്ങിയായിരുന്നു. മച്ചി ഒരു കാര്യമുണ്ടടി. എന്താടി എന്നെ ഹീറോയി ചോദിച്ചു. എടി നമ്മളെ PTS മെമ്പർ ഇല്ലേ, PTS മെമ്പർ അവർക്ക് എന്ത് പറ്റിയടി? അങ്ങനെ PTS മെമ്പർ ഇതിൽ ആയിഡലാണ്. അങ്ങനെ ഹീറോയി പറഞ്ഞു തുടങ്ങി. മറ്റേ PTS മെമ്പറിൻ്റെ കൗൺസ്റ്റാഫ് ഇതിൻ്റെ സോങ്സ് എല്ലാം ഫേമസ് ആണ്. അങ്ങനെ സത്യമാണോടി? അതെ ഇനി ഹീറോയിനോട് പറയായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് മാത്രമല്ലടി ഒരു ന്യൂസ് വന്നിരുന്നു. എന്താ ഹീറോയിന് വീട് ബാടി പോയിരുന്നു. അവർക്ക് ഗേൾ ഫ്രണ്ട് കൊണ്ട് വരെ തോന്നുന്നടി. ഹീറോയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ്. PTS 7 വരെ ഹീറോയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. ലവ് ചെയ്യുകയാണ് ഹീറോയി. ക്രഷ് മാത്രമല്ല ഹീറോയ്ക്ക് ഫസ്റ്റ് ക്രഷ് ഉണ്ടായിരുന്നു. മച്ച് എൻ്റെ ഗേൾ ഫ്രണ്ടാണ് ഹീറോയുടെ ഫ്രണ്ട്. അവരൊക്കെ ഫുഡെല്ലാം കഴിച്ചത് ഇപ്പോൾ പീറ്റ് പേരാണ്. അപ്പോഴാണ് പീറ്റ് പേരിലാണ് ഹീറോയിനോട് പറയായിരുന്നു. ഹീറോയ്ക്ക് സാഡായിരുന്നു. ഞാൻ വീട്ടിൽ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഹീറോയി ക്ലാസ്സെല്ലാം കഴിഞ്ഞായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിലിരുന്നിട്ട് സാഡായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ് വന്നു. മച്ചി ഞാൻ പറഞ്ഞു ശരിയല്ലേ, ജിന്നക്ക് ഗേൾ ഫ്രണ്ട് എന്ന് ഒരു ന്യൂസ് വന്നായിരുന്നു. സത്യത്തിൽ ഗേൾ ഫ്രണ്ട് ഇരിക്കണ ഇല്ല, ചുമ്മാ വെറുതെ പറയുന്നതിൽ കൂടി. അത് മാത്രമല്ല ഷുഗർ ഏതൊരു ഗേളും കൂടെ ചെത്തി സംസാരിക്കുമ്പോൾ അവരുണ്ടൂടി. നോക്കൂ ജോഹോപ്പ് ആറും ജിമിൻ വീവ് ജങ്കോക്ക് ഇവർ 7 പേർക്ക് ഗേൾ ഫ്രണ്ട് തോന്നുന്നു. മച്ചി എന്താ ചെയ്യാന്ന്? സാഡായി മാറി ഹീറോയ്ക്ക്. അപ്പോൾ എനിക്ക് വല്ലേന്ന് ഹീറോയി സാഡായി കയറിയാൽ തുടങ്ങി. തന്നെ 2 സമാധാനമാക്കുന്നു. സാഡായണ്ട മച്ചി, പ്രശ്നമൊന്നുമില്ലടി.